ഫ്രണ്ട്സ് 2025 ജനുവരിയിൽ ജോപ്പൻ എൻ്റെ വയറ്റിലെ 8ാമത്തെ മാസമായിരുന്നു. 8ാമത്തെ മാസത്തിലെ സ്കാനിങ്ങിൽ ജോപ്പന് വളർച്ച കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ സെക്ഷൻ ഫെബ്രുവരി ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് നാച്ചുറൽ ബർത്ത് മതിയെന്നായിരുന്നു തീരുമാനം. ഡെലിവറിയോട് അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നേ. എൻ്റെ അപ്പന് 3ാമതൊരു അറ്റാക്ക് വന്നായിരുന്നു. ഞാൻ അഡ്മിറ്റ് ആവുന്നതിന് തലേന്നാണ് എൻ്റെ അപ്പൻ ഡിസ്ചാർജ് ആയതുപോലും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിൽ മാർച്ച് 11-ാം തീയതി ഞാനൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തേ. 10 മണിക്കൂറത്തെ വേദന 2025 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷവും സ്നേഹവും സമ്മാനവും എല്ലാം എൻ്റെ മോൻ മാത്രമാണ്. ഈ വർഷത്തിലെല്ലാം എനിക്കൊരു ന്യൂട്രൽ ആയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് കറക്റ്റ് ഉണ്ട്. സന്തോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷിച്ചിട്ടുമുണ്ട്. കൂടുള്ളവർ പലരും എന്നെ ഈ വർഷം ഒരുപാട് ചതിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെയൊക്കെ ഫേക്ക്നെസ് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതും വിഷമിച്ചത് ഈ ഒരു കാരണങ്ങൾക്ക് വേണ്ടി തന്നെയായി. പിന്നെ ജോപ്പനെ കാണുമ്പം ഇതൊന്നും ഓർമ്മ വരുത്തവുമില്ല. പിന്നെ ജോപ്പന് പനിയായിട്ട് ഒരു 50 വട്ടം ആ കുണ്ട്ര ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ആവി പിടിക്കാനായിട്ട്. പിന്നെ അവന് വേണ്ടി ഒരു പ്രത്യേക ആവി പിടിക്കുന്ന മെഷീൻ വരെ മേടിച്ചു. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോപ്പൻ എൻ്റെ അമ്മാമ്മയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ജോപ്പനിലൂടെയാണ് ഞങ്ങളുടെ 5ാമത്തെ തലമുറ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ അമ്മാമ്മയുടെ ആവട്ടെ അമ്മയുടെ അപ്പൻ്റെ ആവട്ടെ എല്ലാ രീതികളും എൻ്റെ മോന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബീറ്റ കുഞ്ഞായതുകൊണ്ടാണോ എന്തോ ഭയങ്കര കുരുത്തക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അവൻ കവന്ന് വീഴ് 7 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജോപ്പിന് ജ്ഞാനസ്നാനം ഓഗസ്റ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നേ. അതിഗംഭീരമായിട്ട് തന്നെ ഞങ്ങളത് നടത്തിയിട്ടുണ്ടായിരുന്നു. ജോപ്പിനെ ഞാൻ എൻ്റെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് ഒരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവൻ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുമെങ്കിൽ കൂടി ഞാൻ വേണമെന്നുള്ള ചില നിർബന്ധ ബുദ്ധികൾ കാരണം ഞാൻ 2 മാസത്തിനുള്ളിൽ റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ടിയും റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ ചാനലൊന്ന് മോടി പിടിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ ജോപ്പൻ ഇപ്പം നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജോപ്പൻ്റെ ഫസ്റ്റ് ക്രിസ്മസും ഫസ്റ്റ് ഓണവും ഫസ്റ്റ് ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു. ആസ് എ ന്യൂ പേരൻസ് ഞങ്ങൾക്കും ഇതൊക്കെ പുതിയതായിരുന്നേ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാട്ടോ ഒരാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു 2025 എൻ്റെ ജീവിതത്തിൽ നടന്നത്. പിന്നെ ഈ വർഷം തീരാൻ കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളേ. അതിനു മുമ്പ് എല്ലാ നന്മയും തിന്മയും ഒക്കെ പറഞ്ഞു തന്ന് വളർത്തിയ എൻ്റെ അമ്മയ്ക്കും മമ്മിക്കും ലിജിമ്മയൊക്കെ ഞാൻ ഓർക്കുന്നു. എനിക്കൊരു കുഞ്ഞായാലും ഞാനിപ്പോഴും അവരുടെ കുഞ്ഞ് തന്നെയാണ്. എന്നെ മനസ്സിലാക്കാത്ത ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരെന്നെ അടുത്ത വർഷം മനസ്സിലാക്കട്ടെ അല്ലേ.